ചില പ്രേത സിനിമകൾ കണ്ടാൽ നമുക്ക് പേടി തോന്നും, ചിലത് കണ്ടാൽ ചിരി വരും. എന്നാൽ ഈ പ്രേത സിനിമ കണ്ട നമുക്ക് ദേഷ്യമാണ് വരിക. സ്ക്രീനിന്റെ ഉള്ളിൽ പോയി അതിൽ അഭിനയിച്ചവരെ തല്ലിയിട്ട് വരാൻ തോന്നും. ഒരു ഹെവി മാസ് ഇൻട്രോ പ്ലാൻ ചെയ്തായിരുന്നു, എല്ലാം കുളവാക്കിയല്ലോ. അതുപോലത്തെ ഒരു ഹൊറർ മൾട്ടി സ്റ്റാർ ത്രില്ലർ പടമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സ്റ്റാറിംഗ് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. പ്ലേ ദ മ്യൂസിക്. പ്രേതങ്ങളുടെ താജ്മഹലായ വരിക്കാശ്ശേരി മനയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. കാശ് കൊടുത്ത് കാണാനുള്ളതൊക്കെ ഉണ്ടോ? 20 റുപ്യല്ലേ ഉള്ളൂ. എടുക്കടാ ഫോട്ടോ. മംഗലശ്ശേരി നീലകണ്ഠനോടാ കളി. അല്ല, ഇതിപ്പോ വരിക്കാശ്ശേരി മനയുടെ പരസ്യമാണോ അതോ സിനിമയാണോ? ഇവിടുത്തെ പത്തായപ്പരയിൽ ഇപ്പൊ വന്ന് താമസിക്കുന്നത് ആരാന്നറിയോ? എലിയാണോ? ഇവിടുത്തെ പത്തായപ്പരയിൽ ഇപ്പൊ വന്ന് താമസിക്കുന്നത് ആരാന്നറിയോ? അതാരാ അങ്ങനെ ഒരാള്? ഇവിടുത്തെ പത്തായപ്പരയിൽ ഇപ്പൊ വന്ന് താമസിക്കുന്നത് ആരാന്നറിയോ? ഇത്രയും വലിയ മന ഉണ്ടായിട്ട് ഇവിടെ പത്തായപ്പുരയിലാണോ ആൾക്കാരെ താമസിപ്പിക്കണത്? ഇതാണ് പത്തായപ്പുരയിൽ താമസിക്കുന്ന നമ്മുടെ നായകൻ ജോൺ ഡോൺ ബോസ്കോ. നമ്മുടെ ജോൺ വായ തുറന്ന സൈക്കോളജിയെ പറയുള്ളൂ. നല്ല പരീക്ഷണമല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ബോഡി തന്നെ ഒരു പരീക്ഷണ വസ്തുവാകുമ്പോ. അതാണെങ്കിൽ ആർക്കും മനസ്സിലാകൂല. ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. തനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞും അച്ഛനും തമ്മിലുള്ള ഇന്ററാക്ഷനാണ്. തീപ്പെട്ടിയൊക്കെ നീങ്ങുന്നുണ്ട്. അപ്പൊ പ്രേതം നേരത്തെ തന്നെ മനയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ വരിക്കാശ്ശേരി മനയിലേക്ക് അവൻ വരികയാണ്. ഇവനാണ് തപസ്. തപസ് അവന്റെ കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട് ഈ മനയുടെ ഉള്ളിൽ ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനുള്ള പ്ലാനിലാണ്. ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് ഇവിടെ കുറെ എണ്ണം അങ്ങനെ കയറി നിരങ്ങാറുണ്ട്. മോളിലൊരു ഹാളുണ്ട്, കുറച്ച് ആർട്ട് വർക്ക് ഒക്കെ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ശനി ഞായർ ആളുണ്ടാവുള്ളൂ. എന്റെ പൊന്നുണ്ണിയാട്ടാ, ഞങ്ങൾ ഈ പടം കാണാൻ വേണ്ടിയാണ് വന്നത്, അല്ലാതെ ഈ മനയുടെ ചരിത്രം കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഈ വരാൻ പോകുന്ന ആൾക്കാരായിട്ട് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല. അത് ശരി, ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ വെച്ചാണ് ഇവൻ ഷോർട്ട് ഫിലിം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അല്ല, എന്താ നിന്റെ ഷോർട്ട് ഫിലിമിന്റെ കഥ? ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോണ ഞങ്ങളുടെ തന്നെ കഥയാണ്. പരസ്പരം പരിചയമില്ലാത്ത കുറച്ച് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അവരവരുടെ ജീവിതത്തിന്റെ ഇടവേളയിൽ ഇവിടെ മംഗലശ്ശേരി മനയിൽ വെച്ച് ഒത്തുവരുന്നു. അടിപൊളി, 5 വ്യൂ കിട്ടിയ ഭാഗ്യം. അല്ല, എന്താ ഷോർട്ട് ഫിലിമിന്റെ പേര്? ഇന്റർവെൽ. അങ്ങനെ ഉണ്ണിയേട്ടൻ മനയിലെ തൂണിന്റെയും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയുടെയും എട്ടുകാലിയുടെ ഒക്കെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠന്റെ എൻട്രി. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. എന്റെ പൊന്നേ, സഹിക്കാനൊക്കുന്നില്ല. அம்மா நீ ஏன் அப்படி நடக்கிற? உனக்கு என்ன பைல்ஸா? ഇല്ല, സ്റ്റൈൽസ്. ഇതാണ് ഈ യൂണിവേഴ്സിലെ മംഗലശ്ശേരി നീലകണ്ഠൻ. എന്താ ഇങ്ങനെ നോക്കണേ? ഞാൻ തന്നെ വാരെന്ന് വിളിച്ചോട്ടെ, അതെങ്ങനെയല്ലേ പാടുള്ളൂ. ഇയാള് സ്ക്രീനിൽ വന്ന അപ്പൊ നമ്മുടെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കേറി കേറി വരും. അതെങ്ങനെയല്ലേ പാടുള്ളൂ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? അങ്ങനെ നീലൻ നന്നായി വീർപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള ഓരോരുത്തരായി മനയിലേക്ക് വരുന്നത്. മോഹൻലാൽ. അനുവിനെ കണ്ടതും നീലൻ വീണ്ടും വെറുപ്പിക്കല് തുടങ്ങുകയാണ്. അനു പറയൂ, ശരിക്കും എവിടെയാണ്, എന്ത് ചെയ്യുന്നു, മാരീഡ് ആണോ? ഇനി ഷാരൂഖ് ഖാന്റെ എൻട്രിയാണ്. ഇതല്ല, പിന്നെ അതാണ് സാധനം. ഇതാണ് ഈ കഥയിലെ ഷാരൂഖ് ഖാൻ. ഫീമെയിൽ ആയിട്ട് എന്താ ഷാറൂഖ് ഖാൻ എന്ന് റെഡി? അയ്യോ, ഒരു മോഹൻലാലിനെ കൊണ്ട് തന്നെ സഹിക്കാൻ പറ്റില്ല, ഇനി ഷാരൂഖ് ഖാന്റെ വെറുപ്പിക്കലൂടി സഹിക്കണോ? നമ്മുടെ ഷാരൂഖ് ഖാൻ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോ പിന്നില് പട്ടിയൊക്കെ കുരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നത് എന്നൊക്കില്ലാമ നമ്മ നായി എന്നൊക്കെ ഇപ്പിടി കൊള്ളക്കത്. പിന്നെ ചതയും ചെന്നൊരു ഡയലോഗ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അല്ല, മനസ്സിലായില്ല. സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ ബിരിയാണി അല്ല ചേട്ടാ, ഡയലോഗാണ്. ഇങ്ങനെ പോയ ഇവന്റെ ഷോർട്ട് ഫിലിം ഇയാളുടെ ബന്ധുക്കള് പോലും കാണുന്നു തോന്നുന്നില്ല. 100% ഞാൻ യോജിക്കുന്നു. ഓരോ സീനിലും നീലൻ അത്യാവശ്യം നമ്മളെ വെറുപ്പിക്കുന്നുണ്ട്. എന്തിനാ മക്കളെ ടെൻഷൻ? ഇതിനേക്കാൾ നല്ലൊരു മിക്സ് ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ലെന്ന് ഇന്ദുചൂടേട്ടൻ പറഞ്ഞ ഓർമ്മയില്ലേ? BP കുറവുള്ളവരൊക്കെ എന്തായാലും ഈ പടം കാണണം. പെട്ടെന്ന് തന്നെ അവരുടെ BP കൂടിക്കോളും. അത് മുള്ളൻകൊല്ലി വേലായേട്ടൻ കുപ്പി തണുപ്പിക്കാനിട്ടല്ലേ മനെ? പറയാൻ മറന്നു, ഈ ഗ്രൂപ്പിൽ ഇനി ഒരാൾ കൂടെ വരാൻ ബാക്കിയുണ്ട്. ചതിയൻ ചന്തു. പുള്ളിയല്ല, ദേ ഇവനാണ്. ഇത് ഞാനാണ് ചതിയൻ ചന്തു. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഞാനൊരു കാര്യം ചെയ്യാം, സ്ക്രിപ്റ്റ് വായിക്കാം. വേണ്ട,
അത് വേണമെന്ന് തോന്നുന്നില്ല. എനിക്ക് പടം കാണുമ്പോ ത്രില്ലു. സ്ക്രിപ്റ്റ് വായിക്കാതെ എങ്ങനെയാണ് ഈ പൊട്ടൻ അഭിനയിക്കാൻ പോണത്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എടോ വാരേ, തന്നെ ഞാൻ ഇടയ്ക്ക് പെരിങ്ങോടിരുന്ന് കൂടെ വിളിച്ചോട്ടെ? ഞങ്ങൾ തന്റെ തന്തയ്ക്ക് വിളിച്ചോട്ടെ? 5 മിനിറ്റ്, ഞങ്ങൾ നാളത്തെ ഷൂട്ടിംഗ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ട് അപ്പൊ തന്നെ പോയി കിടന്നോളാം. ഉറക്കം കളഞ്ഞ് ചർച്ച ചെയ്യാൻ മാത്രം എന്ത് കോപ്പാണ് ഇവരുടെ കഥയിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവരൊക്കെ ഒരു മനയിലേക്ക് വരുന്നു, എന്തൊക്കെയോ പറയണു, അത് വീഡിയോ ആക്കണു. ഇതാണോ ഷോർട്ട് ഫിലിം? പക്ഷെ ഇവിടെ തിരിച്ചു പോകുമ്പോ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ ഇന്റർവെല്ലിന്റെ DVD ഉണ്ടാവും. ഇന്റർവെല്ലിന്റെ DVDയോ? എന്തിനാ, സൈക്കിളിന്റെ ഫ്രണ്ടിൽ വെക്കാനാണോ? അങ്ങനെ പിറ്റേന്ന് മുതൽ ഇന്റർവെൽ എന്ന ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടം മടങ്ങിയെത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷൂട്ടിന്റെ ഭാഗമായി അടുക്കളയിൽ പാല് തിളപ്പിക്കുന്നത്. തിളച്ച പാല് വെളുത്ത കളറിൽ നിന്നും കറുപ്പ് കളറായിട്ട് മാറുകയാണ്. ഇത് കണ്ട് നമ്മുടെ ടീമിലെ എല്ലാവരും പേടിക്കും. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട മെന്റലിസ്റ്റ് ജോൺ അടുക്കളയിലേക്ക് വരുന്നത്. ഇയാൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഇത് സൈക്കോസിന്റെ ഏതെങ്കിലും അവസ്ഥാന്തരങ്ങളിൽ പെട്ടതാണോ? നിനക്ക് എന്തിന്റെ അസുഖമാണ് മോനെ? അല്ല, പൊതുവെ ഞാൻ ഉദ്ദേശിക്കാറുണ്ടല്ലോ അത്. ഞാൻ ഇവന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ FB ഗ്രൂപ്പിൽ തമ്പുരാൻ തുടങ്ങിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ പാവയുടെ പിക്ചർ ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ എന്ന പേരിൽ ഫേക്ക് ഐഡിയോ. എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. അങ്ങനെ നമ്മുടെ ഷാരൂഖ് ഖാന്റെ ബർത്ത്ഡേ വരികയാണ്. എല്ലാവരും രാത്രി ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള മൂഡിലാണ്. പക്ഷെ സെലിബ്രേഷന്റെയും വെറുപ്പിക്കലിന്റെയും ഇടയിൽ ആ കേക്ക് കത്തിപ്പിടിക്കും. ഇനി കുറച്ച് വെറുപ്പിക്കലൊക്കെ ആവാം. ഇതുപോലെ ആർക്കും മനസ്സിലാവാത്ത ലോകത്തിലെ 3 പ്രബന്ധങ്ങളിലൊന്ന് പുള്ളിയുടെയാണ്. താനി രാവണൻ. അങ്ങനെ മെന്റലിസ്റ്റായ ജോണിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ആരുമില്ലാത്ത സമയത്ത് നമ്മുടെ നീലനും ചന്തുവും അയാളുടെ റൂമിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രേതത്തിന്റെ എൻട്രി. അത് ഏതായാലും നന്നായി. അവനൊന്ന് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. ചത്തോന്നറിയാൻ വന്നതാടാ? അല്ല, ചത്തില്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി വന്നതാ. അത് സെക്യൂരിറ്റി സിസ്റ്റം വല്ലതായിരുന്നു സർ? പിന്നെ സെക്യൂരിറ്റി സിസ്റ്റം ഈ പഴയ മനയില് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഫാനൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതല്ല അതിനപ്പുറവും സംഭവിക്കും. പ്ലേ ദ മ്യൂസിക്. നമ്മൾ മലയാളികൾ ഹിന്ദി സിനിമ ഡൗൺലോഡ് ചെയ്താൽ തെറ്റില്ല, പക്ഷെ ഹിന്ദിക്കാരെ ഡൗൺലോഡ് ചെയ്താൽ തെറ്റാ. ഈ പടം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടാവും കണ്ടത്. അങ്ങനെ വീണ്ടും പ്രേതം അടുത്ത പണി ഒപ്പിക്കുകയാണ്. ഞാനില്ല ഈ പണിക്ക്. എടാ, എന്റെ ക്യാരക്ടർ ചത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടായിരുന്നു. പിന്നെ ഈ നീലനെ മാത്രം സഹിച്ചാൽ മതിയല്ലോ. 5 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയത് ഈ ഷോർട്ട് ഫിലിം. ഇത് പ്ലാൻ ചെയ്യാൻ 5 വർഷോ? പോസ്റ്റ് പ്രൊഡക്ഷനും ന്യൂ ഇയർ സ്ക്രീനിംഗ് ഒക്കെ അത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മുടെ ജോൺ മനയിൽ കറങ്ങി നടക്കുന്ന പ്രേതത്തെ പറ്റിയുള്ള അന്വേഷണം തുടങ്ങുകയാണ്. ഇതിൽ ഒരു ഐഡി ഇപ്പൊ ആക്റ്റീവ് ആണ്. ഞാൻ ഏതായാലും ആ FB പ്രൊഫൈൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഈ ID യൂസ് ചെയ്തിരുന്ന ആൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഫേസ്ബുക്കിലൂടെ ഓൺലൈനിൽ വരുന്ന പ്രേതോ? കൊള്ളാലോ. അപ്പൊ ആര് ഈ പ്രേതത്തിന് നെറ്റൊക്കെ റീചാർജ് ചെയ്ത് കൊടുക്കണെന്നാവോ? മൈ ഡിയർ കുട്ടിച്ചാതം പോലെ ഞാൻ ഗന്ധർവം പോലെ അവൻ പോയി അല്ലടാ. ഇനി നമ്മൾ 0 എപ്പോഴെങ്കിലും കാണുമോ? അല്ല, ഇതെന്തത്? ഓ, ഷോർട്ട് ഫിലിം ഡയലോഗാണോ ഇത്? ഞാൻ ഗന്ധർവം പോലെ അവൻ പോയി അല്ലടാ. ഇനി നമ്മൾ 0 എപ്പോഴെങ്കിലും കാണുമോ? അടുത്ത മാസം പെൻഷൻ വാങ്ങാൻ പോണ്ട ആളാണ്. ഇനി നമ്മൾ ചീറോ എപ്പോഴെങ്കിലും കാണുമോ? ഇനി നമ്മൾ 0 എപ്പോഴെങ്കിലും കാണുമോ? ഇത് കാണുന്നവന്മാരുടെ ഒക്കെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അങ്ങനെ ഒടുവിൽ ജോൺ തന്റെ ഫൈൻഡിങ്സ് ഒക്കെ അവിടെയുള്ള എല്ലാവരോടും പറയുകയാണ്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി നമ്മുടെ പ്രേതവും വരും. നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഈ ചെക്കനാണ് ഇത്രയും കാലം മനയിൽ തീ കത്തിച്ചതും കസേര ഇളക്കിയതും ഫാൻ എടുത്ത് നിലത്തിട്ടതും. ഇവന്റെ പേര് മാനവ് മാത്യു. അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബാങ്കിലെ ഡാറ്റ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് നടത്തുക, പുതിയ സിനിമയുടെ തിയേറ്റർ പ്രിന്റ് ഒക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഇവന്റെ പണി. ഒടുക്കം ഇവൻ ചെയ്ത തെറ്റിന് അച്ഛൻ ജയിലിൽ പോയപ്പോ ഇവൻ ആത്മഹത്യ ചെയ്ത് പ്രേതമായിട്ട് മാറി. ഇനി ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ആളെ കണ്ടുപിടിക്കണം. സൂപ്പർ പവറും ഇന്റർനെറ്റ് ആക്സസ് ഒക്കെ ഉള്ള പ്രേതത്തിന് ഇതിലെ വില്ലനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ജോൺ. എന്തായാലും ജോൺ അങ്ങോട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള അയാളില്ലേ, അയാൾ ജോക്കർ എന്ന ഫേസ്ബുക്ക് ഐഡിക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുകയാണെന്ന് ജോൺ കണ്ടുപിടിക്കും. എന്നിട്ട് അയാളെ പിടിക്കാൻ വേണ്ടി ഒരു കിടിലൻ ഐഡിയ അങ്ങോട്ട് ഇറക്കും. മൊബൈൽ നമ്പർ കമന്റ് ചെയ്യുന്നവർക്ക് സാർ എങ്ങനെ ഫ്രീ ഡേറ്റ കൊടുക്കും? അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എവിടെ ഫ്രണ്ട്സ് ഉണ്ട്? നമ്പർ കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും നെറ്റ് കൊടുക്കാൻ മാത്രം കാശുള്ള ഏത് കൂട്ടുകാരനാണത്? ബാക്കിയുള്ളവരെന്താ മണ്ടന്മാരാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ?
അല്ല, ഈ ട്യൂൺ ഞാൻ എവിടെയോ ഒരു സൈഡിൽ കളം വരയ്ക്കല്, മറ്റേ സൈഡിൽ ജോണിന്റെ ഇൻവെസ്റ്റിഗേഷൻ, രണ്ടും മാറി മാറി കാണിക്കണം. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ തന്നെ ജോക്കർ എന്ന ഫേക്ക് ഐഡിയിൽ നിന്നും ജോണിന് മെസ്സേജ് വരികയാണ്. റിലീസ് ചെയ്യാൻ പോണ ഇവരുടെ ഈ ഉണക്ക ഷോർട്ട് ഫിലിം കണ്ട് കൈയടിക്കാൻ താനും വരാമെന്ന് ജോക്കർ സമ്മതിക്കുകയാണ്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. അവൻ വരുവോ? രണ്ടുപേർക്ക് രഹസ്യമായി കണ്ടുമുട്ടാൻ തിരക്കുള്ള തിയേറ്ററിനേക്കാൾ പറ്റിയൊരു സ്ഥലമില്ല. അതൊക്കെ ശരിയാണ്. രണ്ടുപേർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തിരക്കുള്ള തിയേറ്ററിനേക്കാൾ വേറൊരിടം ഇല്ല. പക്ഷെ ഇവരുടെ ഷോർട്ട് ഫിലിമിന് തിരക്കുണ്ടാവില്ലല്ലോ. അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. മോനെ ജോക്കറെ, ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. A few moments later. ജോക്കർ നിങ്ങൾ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും ചുറ്റും നോക്കി. നിങ്ങൾ മാത്രം തല താഴ്ത്തിയിരുന്നു. അയാള് ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും. അങ്ങനെ ജോൺ തന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടരുകയാണ്. രണ്ടുപേരും ഒന്ന് ചിരിക്കാം. ഇയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഒരു പയ്യനെ കൊലക്ക് കൊടുത്തിട്ട് ഒന്ന് ചിരിക്കാണല്ലേ? ഇവരാണ് ജോക്കർ. അല്ല, അവരല്ല ജോക്കർ. ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടവരാണ് യഥാർത്ഥ ജോക്കർ. അങ്ങനെ കുറ്റവാളികളെയും കൊണ്ടുപോകുന്ന പോലീസ് ജീപ്പിൽ കയറി പ്രേതവും യാത്രയാവുകയാണ്. പാവം പ്രേതം. മൂപ്പർക്ക് വരിക്കാശ്ശേരി മനയിലേക്കുള്ള വഴി മാത്രമേ അറിയുള്ളൂ, ജയിലിലേക്കുള്ള വഴി അറിയില്ല. അതാണ് ജീപ്പിൽ കയറിയിരിക്കുന്നത്. എന്തായാലും പ്രേതത്തിന് ഇരിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ആ പോലീസ് കോൺസ്റ്റബിളിന്റെ മനസ്സ്, അത് നമ്മൾ ആരും കാണാതെ പോകരുത്. ഈ പടം കണ്ടിട്ട് എനിക്ക് 2 പോസിറ്റീവാണ് തോന്നിയത്. ഒന്ന്, വരിക്കാശ്ശേരി മനയുടെ ചരിത്രം മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ടിക്കറ്റ് എടുക്കാണ്ട് തന്നെ മന മൊത്തത്തിലൊന്ന് കണ്ടു. കാശ് കൊടുത്ത് കാണാനുള്ളതൊക്കെ ഉണ്ടോ? 20 റുപ്യല്ലേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പോസിറ്റീവ്, കളമെഴുത്ത് എന്ന കലാപരിപാടി എനിക്ക് ആദ്യമായിട്ടൊന്ന് കാണാൻ പറ്റി. എന്നാലും എന്റെ നീല, നീ തന്നെയാടെ എടുത്ത മോഹൻലാല്. കഴിനാക്കം ഉണ്ടെന്ന് പറയാടാ. ഹേ താങ്കണക്ക